ജാതകത്തിൽ എനിക്ക് വിശ്വാസമില്ല. ജാതകത്തിൽ വിശ്വാസമുള്ളവർ ശ്രദ്ധിക്കുക. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില വാർത്തകൾ വരുന്നത് 5 നക്ഷത്രങ്ങൾക്ക് നല്ല സമയമാണ് എന്നാണ്. രോഹിണി, മകം, ചിത്തിര, അനിഴം, രേവതി, ഈ 5 നാളുകൾക്ക് 2026 ജൂൺ 15 ശേഷം നല്ല സമയമാണ്, നല്ല കാലമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന വാർത്ത. രോഹിണിക്കാർക്ക് സാമ്പത്തികമായ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് അതിൻ്റെ അത് പറയുന്നുണ്ട്. എന്തായാലും അവർക്ക് കയ്യിൽ പണം വരും. രോഹിണിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ല സമയം ആണ് ജ്യോതിഷപ്രകാരം. അതുപോലെ മകൻകാരുടെ കാര്യം പറയുമ്പം കുറേ അപമാനങ്ങളൊക്കെ അവർക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനി മാറിക്കിട്ടും. പിന്നെ അധികാരം ലഭിക്കുന്ന സ്ഥലത്തൊക്കെ ചേക്കേറും എന്നാണ് പറയുന്നത്. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇതുവരെ പല അപമാനങ്ങളും നിങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറി അടങ്ങിയിരിക്കുകയായിരുന്നു, വെളിയിലിറങ്ങാതെ, അപമാനം കാരണം. അതൊക്കെ മാറി നിങ്ങൾക്കൊരു നല്ല അധികാരമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നാണ് മകൻകാരുടെ കാര്യം പറയുന്നത്. ചിത്തിരക്കാരെ പറയുന്നത് അവർ ഒരു പ്രണയത്തിനൊക്കെ അകപ്പെട്ടുള്ളവർക്കാണെങ്കിൽ അത് മാറിക്കിട്ടും. ആ പ്രണയം അത് തീർച്ചയായിട്ടും ഇനി പൂവിടും എന്നാണ് ചിത്തിരക്കാരുടെ അടുത്ത് പറയുന്നത്. അവർക്ക് പുതിയ വീട് കിട്ടും, പുതിയ വീട് വെക്കും, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങിക്കും. അതൊക്കെ സന്തോഷവും സമാധാനവും ഇനി ജീവിതത്തിലേക്ക് വരുന്നു ചിത്തിരക്കാർക്കെന്നാണ് ഇപ്പോഴത്തെ ആ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പറയുന്നത്. അതോടൊപ്പം അനിഴംകാർക്ക്, ബിസിനസ്സുകാർക്ക് വൻ ലാഭം കൊയ്യും എന്നാണ്. ആ ലാഭം കിട്ടുന്നതുകൊണ്ട് അവർ വിദേശയാത്ര നടക്കും. അവരുടെ കഷ്ടപ്പാടെല്ലാം മാറും. സാമ്പത്തിക പരാധീനങ്ങളെല്ലാം മാറും അനിഴംകാർക്ക്. രേവതിക്കാർക്ക് മനസ്സമാധാനം ഇല്ലാത്തവർക്ക് മനസ്സമാധാനം ലഭിക്കും. ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാകും, ഉന്മേഷം കിട്ടും. മാനസിക രോഗത്തിൽ നിന്നൊക്കെ വിമുക്തി ഉണ്ടാവും. അത് വീട്ടിലെ രോഗമുള്ളവർക്കൊക്കെ ഒരു ശാന്തത, ഒരു ശാന്തി കിട്ടും എന്നൊക്കെയാണ് ഈ 5 നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. അത് വിശ്വസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പലരും നിരീശ്വരവാദിയാണ്, മറ്റേതാണ് മറിച്ചാണെങ്കിൽ പറയെങ്കിലും അവരൊക്കെ മുഹൂർത്തം നോക്കി കല്യാണം കഴിക്കും, മുഹൂർത്തം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യും, മുഹൂർത്തം നോക്കി വീടിന് കല്ലിടും. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ നക്ഷത്രത്തിലും ഇതിലൊക്കെ വിശ്വാസത്തിൽ എടുക്കുന്നവർ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന കാണാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ 5 പേർക്ക്, രോഹിണി, മകം, ചിത്തിര, അനിഴം, രേവതി നക്ഷത്രങ്ങൾക്ക് നല്ല കാലമെന്ന്, ബാക്കിയുള്ളവരെല്ലാം വഴിയാധാരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 5 പേർക്ക് നല്ല സമയം 5 എന്ന് പറയുന്നുണ്ട്. അത് ഞാനിത് പറയാൻ കാരണം ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ജാതകത്തിൽ എന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇരാറ്റുപേട്ട അടുത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ധനാഢ്യനായ ഒരാളുടെ, അയാളെ 55 വയസ്സ് 60 വയസ്സുള്ള ആളാണ്. അയാളെ ആരോ വീട്ടിൽ വന്ന് കൊലപ്പെടുത്തി. പണം എടുക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിനെ, ആ ജന്മിയാണ് എന്ന് കരുതിയ അദ്ദേഹത്തിനെ വന്ന് കൊന്നത്. അത് തെളിവില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പം അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലായിരുന്നു ഞാൻ, MP ബാലകൃഷ്ണൻ, ഞങ്ങൾ 2 പേരും എൻ്റെ SP-യും ചേർന്ന് ആ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. യാതൊരു ക്ലൂവും ഇല്ല ആരാണ് കൊന്നത്. 2-3 പയ്യന്മാർ അവിടെ ഇദ്ദേഹത്തിനെ കൊന്നിട്ട് ഉച്ചയ്ക്ക് ആഹാരമായിട്ട് തൊട്ടടുത്ത് ഉള്ള സഹോദരൻ്റെ മോള് വന്നപ്പം ആ വീട്ടിൽ നിന്ന് 3-4 പേരെ ഇറങ്ങി ഓടുന്ന കണ്ടു. പയ്യന്മാരാണ്, കരാട്ടയൊക്കെ പഠിക്കുന്നവരെ. അന്നത്തെ കാലത്ത് കരാട്ടയൊക്കെ പഠിക്കുന്നവരും പുറയിൽ കരാട്ട ബാഗൊക്കെ തൂക്കിയിട്ട് നടക്കുന്ന, അതുപോലെ 2-3 ആൾക്കാരാണ് ഇറങ്ങി ഓടിയത്. ആ സമയത്ത് ഒരു ഉച്ച സമയത്ത് ആരും ആ വീട്ടിൽ വരില്ല എന്നാണ് പ്രതീക്ഷിച്ച്. തൊട്ട് സഹോദരൻ്റെ മകള് ആഹാരമായിട്ട് വന്നതാണ്. അവരടുത്ത് താമസിക്കുന്നവരാണ്. ഇവിടുന്ന് ചാടി ഇറങ്ങി ഓടി. അത് ആ മല വഴിയൊക്കെ ചാടി പ്രവിത്താനം വഴി ഓടിപ്പോയെന്നൊക്കെയാണ് അന്ന് കേട്ട വാർത്തകൾ. ഞാൻ ആ മലയെല്ലാം കയറി പ്രവിത്താനം വരെയൊക്കെ ആ വഴി നടന്നുപോയി. ആ ലൊക്കേഷൻ എല്ലാം കണ്ടു. ഈ ജാതകമായിട്ട്, ജ്യോതിഷമായിട്ട് ബന്ധമില്ലെങ്കിലും ഈ കേസ് ഞാനും SP-യും കൂടെ പിന്നീട് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. 2-3 പ്രതികളുണ്ടായിരുന്നു. അത് സംഭവിച്ചത് അവർ എറണാകുളത്തുള്ള
അവിടുത്തെ ഫിഷിംഗ് ബോട്ടുള്ള പാലക്കാരൻ ഒരു ജോസഫ്, അദ്ദേഹത്തിന് ഒരു ഫിഷിംഗ് ബോട്ട് എറണാകുളത്തുണ്ട്. ആ ഫിഷിംഗ് ബോട്ട് അവിടെ പണം പിരിക്കാൻ ഇദ്ദേഹം പാലക്കാരൻ അവിടെ ചെല്ലും. 2 ആഴ്ച കൂടുമ്പൊക്കെ ചെന്ന് ആ വരുമാനം, ഫിഷിംഗ് 4-5 ജോലിക്കാരുണ്ട്, ആ പണമെല്ലാം വാങ്ങിച്ചെടുക്കും, തിടങ്ങിപ്പോരും. എന്നാലും സാമ്പത്തികമായ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പം ഏതോ ഒരു സമയത്ത് ഈ ഈരാറ്റുപേട്ട മലയുടെ മുകളിൽ അവിടെയൊക്കെ ഇദ്ദേഹം പോവുകയും, ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ വലിയ പണക്കാരനാണ് എന്നൊക്കെ ചുമ്മാ കാഷ്വലായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ഒരു വീട് കണ്ടു, ആക്സിഡൻ്റായിട്ട് കണ്ടു. അതിങ്ങനെ മനസ്സിൽ കിടന്നു. പണമുള്ള ഒരാളാണല്ലോ, ഒരു പ്രയോജനം കൊണ്ട് ആ പണം കൊണ്ട് അയാൾ ചെയ്യുന്നില്ലല്ലോ, ആർക്കും ഒരു ഉപകാരം ചെയ്യുന്നതിന്, ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ജോസഫ് എന്ന് പറഞ്ഞ ആൾ. പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അന്നത്തെ കാലത്ത് ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹം ചില ട്യൂട്ടോറിയൽ കോളേജൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കേസിനകത്ത് പ്രതിയായി. അതെല്ലാവരും അതിശയിപ്പിച്ചു. നല്ല വിദ്യാഭ്യാസം, ഉന്നത കുലജാതനായ ഇദ്ദേഹം എങ്ങനെയാണ് പാലക്കാരനതിനകത്ത് പ്രതിയാകുന്നത്? അദ്ദേഹത്തിനായിരുന്നു അവിടെ കൊച്ചിയിലെ ഫിഷിംഗ് ബോട്ടുള്ളത്. സാമ്പത്തിക ഞെരുക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം ഫിഷിങ് കൊണ്ട് മുതലാകില്ല വന്നപ്പോൾ അവിടെ 2-3 പയ്യന്മാർ കാരാട്ടക്കാരുടെ അടുത്ത് ഇയാൾ ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു, ഒരു പണി തരാം, നിങ്ങൾക്കൊരു ഷെയർ തരാം, ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, അയാളുടെ വീട് കാണിച്ചു തരാം, ആ വീട്ടിൽ കുറേ അധികം പണമുണ്ട്, അതെടുത്ത് തരണം, ഒരു ഷെയർ നിങ്ങൾക്ക് തരാം. കുട്ടികൾ സമ്മതിച്ചു. കാരാട്ട പയ്യന്മാരല്ലേ, ചെറുപ്പക്കാർ, 10-20-21 വയസ്സ് പ്രായമുള്ളൂ. അവരെ സമ്മതിച്ചു. അവരിവിടെ വന്ന് സ്ഥലമൊക്കെ ഇങ്ങനെ കൊണ്ട് രഹസ്യമായിട്ട് കാണിച്ചു. പിന്നീട് വന്ന് ഇവിടെ അദ്ദേഹത്തിനെ, ആ പ്രായമുള്ള ആളെ, അവരുമായിട്ട് പണം വാങ്ങാനും അത് ശ്രമിച്ചപ്പോൾ അദ്ദേഹം തടയുകയും അങ്ങനെ വഴക്കുണ്ടാകുകയും അദ്ദേഹത്തിനെ കൊല്ലുകയും ചെയ്തു. ആ സമയത്താണ് തൊട്ടടുത്തുള്ള സഹോദരൻ്റെ മോള് വന്നത്, ഇവരിറങ്ങി ഓടുന്നത്. അപ്പം ആ ജോസഫ് എന്ന് പറഞ്ഞ ആളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ വീടൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകം എഴുതി വച്ചിരിക്കുന്നു. ജാതകം എടുത്ത് പരിശോധിച്ചു. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സാണ്. ജാതകത്തിൽ എഴുതിയിരിക്കുന്നു 70ാമത്തെ വയസ്സിൽ കാരാഗൃഹവാസം. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഒരു മജിസ്ട്രേറ്റിൻ്റെ മകളായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. വലിയ കുടുംബക്കാരാണ്, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അവിടെ ഇങ്ങനൊരു പണത്തിന് വേണ്ടി ആരെയും കൊല്ലാനായിട്ട് അവർ പോകില്ല എന്ന ആ കുടുംബത്തിൻ്റെ ഭദ്രത കൊണ്ട് കാരണവന്മാരും വീട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ സംഭവിച്ചു പോയി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ജാതകം എഴുതി വച്ചിട്ടുണ്ട്. പഴയ കാലത്തെല്ലാം ജാതമത ഭേദമന്യേ എല്ലാവരും ജാതകം എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് ആ ജാതകം ഇദ്ദേഹത്തിൻ്റെ ആണെന്നറിഞ്ഞപ്പം അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ജാതകത്തിൻ്റെ ആ റെക്കോർഡെല്ലാം പരിശോധിച്ചപ്പോഴാണ് 70ാമത്തെ വയസ്സ് കാരാഗൃഹവാസം. അദ്ദേഹത്തിന് 70 വയസ്സായ സമയത്താണ് ഈ അറസ്റ്റ്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക്, ഒരു മർഡറിലേക്കൊക്കെ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതിന് സയൻറ്റിഫിക്കായിട്ട് എന്താണ് അതിൽ ഉള്ളതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴത്തെ ഈ 5 ജാതകക്കാർ, ഈ 5 നക്ഷത്രക്കാർക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇതാണ് ഓടിയെത്തിയത്. സോഷ്യൽ മീഡിയയിൽ ഈ 5 പേർക്കും നല്ല സമയമായെന്ന് പറഞ്ഞപ്പം മോശ സമയത്തെപ്പറ്റി ആണ് എൻ്റെ മനസ്സിലോട്ട് കയറി വന്നത്. കാരണം എത്ര ഉന്നത വിദ്യാഭ്യാസം, ഉന്നത കുടുംബക്കാരനായ ഒരു വ്യക്തി ഒരു കൊലപാതക കേസിനകത്ത് ഇടപെടുകയും ആ വ്യക്തിയുടെ അന്ന് ജാതകം എഴുതിയപ്പം അത് എഴുതിച്ച അദ്ദേഹത്തിൻ്റെ പിതാവ് ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും. കാരണം തൻ്റെ മകനും അവർക്കും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഒരു കാലത്തും ഇവരാരും ഒരു കൊലക്കേസിലോട്ട് പോകില്ല എന്ന് വിചാരിച്ചിരുന്ന പിതാവ് അങ്ങനെ എഴുതി വച്ചപ്പം അദ്ദേഹം കടന്നുപോയി. ഞാനും SP ആ വീട് സെർച്ച് ചെയ്തപ്പോൾ ഇത് ലഭിച്ചു. ജാതകം എഴുതിയ ആൾ അവിടെ പാലായിക്കടുത്ത് ഉള്ള ഒരു ജ്യോതിഷക്കാരനാണ്. ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. ഞങ്ങളേതായാലും ആ ജ്യോതിഷക്കാരനെ തപ്പിപ്പോയി. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി, കടന്നുപോയി. ഞങ്ങളുടെ ഒരു ജ്യോതിഷം എഴുതിക്കളയാം എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പോയത്. കാരണം ഒരു ശാസ്ത്രീയത ഇതിനകത്തുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. എങ്കിലും ഇന്ത്യക്കാർ മുഴുവൻ ഈ ജ്യോതിഷത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജാതകം എഴുതുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ മതവിശ്വാസികളല്ലാത്തവരും അവിശ്വാസികൾ, ദൈവവിശ്വാസം ഇല്ലാത്തവരും ഒക്കെ അവരുടെ വീട്ടിലൊരു ചടങ്ങ് നടന്നാൽ, ഒരു കല്യാണം നടന്നാൽ അതിനൊരു മുഹൂർത്തം ഉണ്ടാവും. ആ മുഹൂർത്തത്തിൽ ഇറങ്ങുകയുള്ളൂ.
ആ മുഹൂർത്ത സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇന്നും ഇന്ത്യയിൽ നല്ലൊരു ഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നവരാണ്. അതനുസരിച്ച് എല്ലാ ജാതകങ്ങളും എല്ലാ കർമ്മങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാണാം. പക്ഷേ ഇപ്പോഴ് ഈ ജാതകം ഇത്ര പോപ്പുലറായി എല്ലാവരും കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. ജ്യോതിഷത്തിൽ വിശ്വാസമില്ലെങ്കിലും ഉണ്ടെങ്കിലും അന്ധവിശ്വാസത്തിലൊക്കെ ധാരാളം വിദ്യാഭ്യാസമുള്ളവരും വിശ്വസിക്കുന്നതായിട്ട് അങ്ങനെ നമുക്ക് അറിയാമല്ലോ. ധാരാളം കേരളത്തിൽ തന്നെ മനുഷ്യക്കുരുതിയൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടല്ലോ. എത്രയോ സംഭവം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള 100% വിദ്യാഭ്യാസമുള്ളവരാണ് മലയാളികൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇലന്തൂരും മറ്റിടത്തും മറിച്ചിടത്തുമൊക്കെ ഇപ്പം നമ്മൾ കണ്ടല്ലോ ഒരു ആൾക്കാരുടെ കുരുതി കഴിക്കുന്നതും ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവരുമുണ്ട്. എന്തായാലും ജാതകം ഇപ്പം 5 നല്ല സമയമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.